ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. അപ്പോൾ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യാം. നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നമ്പേഴ്സ് 1, 2, 3 നമ്പേഴ്സിൽ ഏതാണ് നിങ്ങൾ. ഇത് നമ്പർ 1, നമ്പർ 2 ആൻഡ് നമ്പർ 3 ആ ഓർഡറിലാണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ റീഡിംഗ് നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശമാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമ്പർ 1, നിങ്ങൾ ഡാൻഡിലിയോൺസ് തന്നെ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ പിടിച്ചു വെച്ചതുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. മറിച്ച് ലൈഫിലുള്ള സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ സ്ട്രെസ്സ് റിലീസ് ചെയ്യേണ്ടുന്ന ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളിങ്ങനെ സ്ട്രെസ് അടിച്ചാലും ടെൻഷൻ അടിച്ചിരുന്നു കൊണ്ട് ലൈഫിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. മറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സമയമായിരിക്കുന്നു. ആ തീരുമാനം നിങ്ങൾ എടുക്കുക. സ്റ്റേ റൂട്ടഡ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഡാൻഡിലിയോൺ എനർജി എന്ന് പറയുന്നത് എത്ര നമ്മൾ പറിച്ചു കളഞ്ഞാലും അതിൻ്റെ ആ ഒരു റൂട്ട് മൊത്തത്തിൽ പറിച്ച് കളയുന്നില്ല എങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ സേഫാണ് എന്നുള്ളത് മനസ്സിലാക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ശരിയായിട്ടുള്ള സമയത്തിൽ റിസൾട്ട് വന്നിരിക്കും. നിങ്ങൾ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള ടൈം ആകുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് റിസൾട്ട് വന്നിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 2 ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പോപ്പി എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു എനർജി നമ്പർ 6 എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ലൈഫ് പേർപ്പസിനെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാനുള്ളത്. അതായത് നിങ്ങളെ തന്നെ അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ്, ഓവർ തിങ്കിങ്, ഓവർ അനലൈസിങ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി നിങ്ങൾ സ്റ്റോപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്യാതിരിക്കുക. ചില കാര്യങ്ങൾ വിട്ടുകളയുക. എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വിടുക. എല്ലാം അങ്ങ് ഓവറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം അല്ല. മുന്നോട്ടേക്ക് പോകണമെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഏതാണ് ഏറ്റവും പ്രധാനം അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഐറ്റംസ്, നിങ്ങൾക്ക് ചെറിയ ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയാം. നിങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണെന്ന് അത് ആലോചിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അതിലേക്ക് മാത്രം ഊന്നൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പോട്ടേക്കുള്ള പോക്കിനെ അത് സ്ലോ ഡൗൺ ചെയ്യും. അതായത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കടക്കണമെങ്കിൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്പർ 3 ചൂസ് ചെയ്തിരിക്കുന്ന ഡെയ്സിയാണ്. അപ്പോൾ ഡെയ്സി എനർജി എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില കാര്യങ്ങളിൽ ഗെറ്റ് റെഡി, നിങ്ങൾ റെഡി ആണോ എന്നുള്ളത് നോക്കുമ്പോൾ റെഡി ആണോ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിയാണ്. നിങ്ങൾ റെഡിയാണ്. സ്വയം ആ ഒരു ഫീലിംഗ് ഇല്ലെങ്കിൽ കൂടി ഇറ്റ്സ് ടൈം ടു മൂവ് ഫോർവേഡ്. ഇപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കും ഇനിയിപ്പോൾ സമയം കഴിഞ്ഞു പോയി, ഇനി അതിന് സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെയല്ല. ബെറ്റർ ലേറ്റ് ദാൻ എവർ എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ടാണെങ്കിലും ഇനിയും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവാം. തീരുമാനങ്ങൾ എടുക്കാൻ ഇനിയും സമയമുണ്ട്. നിങ്ങൾ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇറ്റ്സ് ടൈം ടു ടേൺ യുവർ ലൈഫ് ഇൻ ടു വാട്ട് യു വോണ്ട് ഇറ്റ് ടു ബി. എങ്ങനെയാണോ ജീവിതം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു അതുപോലെ ആക്കിയെടുക്കാനുള്ള സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു.